കഴിഞ്ഞ 21 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുതിർന്ന ഹമാസ് കമാൻഡർമാരെ ഉൾപ്പെടെ നിരവധി തീവ്രവാദികളെ വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വർദ്ധിച്ചുവരുന്ന സാധാരണക്കാരുടെ മരണസംഖ്യ ആശങ്കയുണർത്തുന്നു. ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം 59,029 പേർ കൊല്ലപ്പെടുകയും 1,42,135 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഗാസയിലെ മാനുഷിക ദുരവസ്ഥയുടെ ഭീകരമായ ചിത്രം വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 59,029 പേർ കൊല്ലപ്പെടുകയും 1,42,135 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരിൽ എത്ര സാധാരണക്കാരും എത്ര തീവ്രവാദികളും ഉണ്ടെന്ന് മന്ത്രാലയം അവരുടെ കണക്കുകളിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ കണക്കുകൾ ഗാസയിലെ ഓരോ കുടുംബങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന വ്യക്തിപരമായ ദുരന്തങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആശുപത്രികളും സ്കൂളുകളും തകർന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല, ജനങ്ങൾ കടുത്ത ഭീതിയിലും ദുരിതത്തിലുമാണ് കഴിയുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൾ വ്യത്യസ്തമാണ്. തങ്ങൾ തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും സാധാരണക്കാരുടെ മരണത്തിന് ഹമാസ് ആണ് ഉത്തരവാദികളെന്നും ഇസ്രായേൽ പറയുന്നു. ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഇത് സാധാരണക്കാർ കൊല്ലപ്പെടാനുള്ള പ്രധാന കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിന്റെ ഈ തന്ത്രം യുദ്ധ നിയമങ്ങളെ ലംഘിക്കുന്നതും സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതുമാണെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന്റെ ഈ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് വലിയ തോതിൽ ജീവാപായം സംഭവിക്കുന്നുണ്ടെന്നും ഇത് യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണെന്നും അവർ ആരോപിക്കുന്നു. സമീപകാലത്ത് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇസ്രായേൽ സേന ഹമാസിന്റെ കമാൻഡർമാരെയും ആയുധപ്പുരകളെയും തുരങ്കങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡർ ബഷർ താബത്തിനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും താബത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്നും ഇയാളുടെ മരണം ഹമാസിന്റെ സൈനിക ശേഷിക്ക് വലിയ തിരിച്ചടിയാകുമെന്നും ഇസ്രായേൽ പറയുന്നു. താബത്തിനെ കൂടാതെ തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, തീവ്രവാദികൾ, തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തി നശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഹമാസിന്റെ വിപുലമായ തുരങ്ക ശൃംഖല, ഭൂഗർഭ കമാൻഡ് സെന്ററുകൾ, ആയുധ സംഭരണികൾ എന്നിവ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, തുടർച്ചയായ പോരാട്ടം ഗാസയിലെ സാധാരണ ജനജീവിതം താറുമാറാക്കി. ലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾ നഷ്ടപ്പെട്ട് പലായനം ചെയ്തത്. അഭയാർത്ഥി ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും അവർ തിങ്ങിപ്പാർക്കുന്നു. ശുദ്ധജലം, ഭക്ഷണം, മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമം നിലനിൽക്കുന്നു. വൈദ്യുതി വിതരണം താറുമാറായതിനാൽ ആശുപത്രികളിൽ പലപ്പോഴും ചികിത്സ മുടങ്ങുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളും വ്യാപകമാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ യുദ്ധത്തിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ പ്രകടമാണ്. യുദ്ധം ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക മേഖലയെ തകർക്കുകയും ചെയ്തു. ഗാസയുടെ പുനർനിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയെ തുടരുന്നു. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകരുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്തു. ഇത് ഗാസയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഗാസയിലെ വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയിലും മാനുഷിക പ്രതിസന്ധിയിലും അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുകയും മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിള്ളലുകൾ കാരണം വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും പരാജയപ്പെടുന്നു. യുദ്ധ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനത്തെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പല അന്താരാഷ്ട്ര സംഘടനകളും ആവശ്യപ്പെടുന്നു. ഗാസയിലെ നിലവിലെ സാഹചര്യം ഒരു താൽക്കാലിക പരിഹാരത്തിനപ്പുറം ദീർഘകാല സമാധാനത്തിനായുള്ള സമഗ്രമായ സമീപനം ആവശ്യപ്പെടുന്നു. ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷയും ഭാവി ജീവിതത്തെയും എങ്ങനെ ഉറപ്പാക്കുന്നുവെന്ന ചോദ്യം ഉയർത്തുന്നു. സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഇരുപക്ഷവും കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഇസ്രായേൽ സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കണം. മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തുന്നുവെന്നത് ഉറപ്പാക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. ഈ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഈ മേഖലയിൽ സമാധാനം എന്നത് ഒരു വിദൂര സ്വപ്നമായി തുടരും. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സജീവമായി ഇടപെടുകയും ഇരുപക്ഷത്തെയും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയും ദീർഘകാല സമാധാനത്തിന് വഴിയൊരുക്കുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഗാസയിലെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നതിനും സുരക്ഷിതമായി ജീവിക്കുന്നതിനും സമാധാനപരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹത്തിന് നിരന്തരമായ ശ്രദ്ധയും പിന്തുണയും ആവശ്യമാണ്.